ഹലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിങ്സ് എന്താണെന്നുള്ളത് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇനി നമുക്ക് പല ടൈപ്സ് ഓഫ് റിങ്സുകളുണ്ട്. അപ്പോൾ അത് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അതിൽ കമ്മ്യൂട്ടേറ്റീവ് റിങ്. ഓക്കെ, അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് റിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റാണ്, അതിൽ 2 ബൈനറി ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ആ 2 ബൈനറി ഓപ്പറേറ്റേഴ്സും സർട്ടൻ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന് അബിലിയൻ ഗ്രൂപ്പ് ആവണം, അതോടൊപ്പം തന്നെ സബ് ഗ്രൂപ്പ് ആവണം, അതോടൊപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? അപ്പോൾ അബിലിയൻ ഗ്രൂപ്പിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും അവിടെ 5 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്ന് ക്ലോഷർ ആവണം, അതേപോലെ തന്നെ അസോസിയേറ്റീവ് ആവണം, പിന്നെ ക്ലോഷർ, അസോസിയേറ്റീവ്, ഐഡൻറ്റിറ്റി ആൻഡ് ഇൻവേഴ്സ്, ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. പ്ലസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ അവിടെ പറഞ്ഞത് അഡീഷൻ്റെ കേസിലാണ്. അബിലിയൻ ഗ്രൂപ്പിൽ നമ്മൾ പറയണത് അഡീഷൻ, ഫോർ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആവണം എന്നുള്ളതാണ്. ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് റിങ് എന്ന് പറയുന്ന കേസിൽ ദ റിങ് ഇൻ വിച്ച് ദ മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഈസ് കോൾഡ് കമ്മ്യൂട്ടേറ്റീവ് റിങ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും കൂടി അത് എന്താവണം? കമ്മ്യൂട്ടേറ്റീവ് ആവണം. അപ്പോഴാണ് അത് കമ്മ്യൂട്ടേറ്റീവ് റിങ് എന്നുള്ള ഗ്രൂപ്പിലേക്ക് വരിക. ഇനി ഇപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് യൂണിറ്റി ആൻഡ് ഐഡൻറ്റിറ്റി. അപ്പോൾ ഇത് ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടീനെ റിലേറ്റ് ചെയ്തിട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് മോസ്റ്റ്ലി ചോദിക്കാറ് യൂണിറ്റി എന്നുള്ള ടേമിലാണ് കേട്ടോ. അപ്പോൾ യൂണിറ്റിയും ഐഡൻറ്റിറ്റിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ഐഡൻറ്റിറ്റി നേരത്തെ റിങ് ആവണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും അഡീഷൻ്റെ കേസിൽ ഐഡൻറ്റിറ്റി ആവണം. അപ്പോൾ ഇവിടെ അത് എന്തിൻ്റെ കേസിലും കൂടി ആവണം? അത് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും കൂടി ഐഡൻറ്റിറ്റി ആവുന്ന കേസിൽ മാത്രമാണ് ഐഡൻറ്റിറ്റി റിങ് എന്ന് നമ്മൾ പറയാം, അല്ലെങ്കിൽ യൂണിറ്റി റിങ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഏതാണ്? 1 ആണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ? എ യൂണിറ്റി ഓർ ഐഡൻറ്റിറ്റി ഈസ് എ റിങ് ഇൻ എ നോൺ സീറോ എലമെൻറ്റ്. നോൺ സീറോ എലമെൻ്റ് ആണ്, കാരണം മൾട്ടിപ്ലിക്കേഷൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. നോൺ സീറോ എലമെൻറ്റ് ദാറ്റ് ഈസ് ആൻ ഐഡൻറ്റിറ്റി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. എ റിംഗ് വിത്ത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈസ് കോൾഡ് റിംഗ് വിത്ത് യൂണിറ്റി. Okay, the multiplicative identity element is 1 is called unity. Multiplicative identity element എന്ന് പറയുന്നത് 1 ആണ്. So this is called 1 unity റിംഗ്, അല്ലെങ്കിൽ റിംഗ് വിത്ത് യൂണിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിറ്റി ഇൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ. കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി കമ്മ്യൂട്ടേറ്റീവ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ, ആൻഡ് ഐഡൻറ്റിറ്റി റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി ഇൻ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇനി ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐഡൻറ്റിറ്റീസ് ആണ്. ഇനി നമുക്ക് യൂണിറ്റ് എന്ന് പറയുന്നൊരു കേസ് പറയാനുണ്ട്. യൂണിറ്റ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ലെറ്റ് ആർ ബി എ റിംഗ് വിത്ത് യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റി ആവണമെങ്കിൽ എന്ത് വേണം? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. യൂണിറ്റി 1 നോട്ട് ഈക്വൽ ടു 0, നോൺ സീറോ എലമെൻ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് എലമെൻറ്റ് എ, ഒരു എലമെൻറ്റ് നമ്മൾ എടുക്കുകയാണ് എ ഇൻ ആർ ഈസ് എ യൂണിറ്റി ഓഫ് ആർ ഇഫ് ഇറ്റ് ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇൻ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ ഇൻവേഴ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്തിരുന്നത്? ഒരു ഒരു ഇൻവേഴ്സ്, ഏതോ ഒരു എലമെൻറ്റ് അല്ലേ, എ ഇൻറ്റു എ ഇൻവേഴ്സ്, അല്ലെങ്കിൽ എ ഇൻറ്റു എ ഇൻവേഴ്സ് നമുക്ക് എന്ത് കിട്ടണം? എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടണം? ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം. ഇതാണ് എന്ത്? ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാനുള്ള മെത്തേഡ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഏതോ ഒരു എലമെൻറ്റ് അത് ആ എലമെൻറ്റിൻ്റെ ഏതോ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഇൻവേഴ്സ് എലമെൻറ്റിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം. അതിനാണ് നമ്മൾ എന്ത് പറയണേ?
യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് ആർ ബി എ റിംഗ് വിത്ത് യൂണിറ്റി 1 not equal to 0 ആൻഡ് എലമെന്റ് എ ഇൻ ആർ is a unity of R if it has multiplicative inverse in R. അവിടെ multiplicative inverse അവിടെ എക്സിസ്റ്റ് ചെയ്യണം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ നോർമലി 1 ആണ് അല്ലേ. അപ്പോൾ എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? എ ഇൻറ്റു എ ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? നമുക്ക് കിട്ടേണ്ടത് ഐഡൻറ്റിറ്റിയാണ്. എന്ത് ഐഡൻറ്റിറ്റി? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. അപ്പോൾ 1 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് എലമെൻറ്റും ആവാം, ചിലപ്പം അതേ എലമെൻ്റ് തന്നെ ആവാം, എന്തോ ആയിക്കോട്ടെ, എ ഇൻവേഴ്സ് എന്നുള്ളത് അവിടെ എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ യൂണിറ്റ് ആവാനുള്ള കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് നമ്മൾ പറഞ്ഞത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്, രണ്ടാമത്തെ യൂണിറ്റി എന്ന് പറയുന്ന റിംഗ് ആണ്, മൂന്നാമത്തെ കേസ് യൂണിറ്റ് റിംഗ്. ഓക്കെ, അപ്പോൾ ഓരോന്നും എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. 3 മൾട്ടിപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഫസ്റ്റത്തത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇൻ മൾട്ടിപ്ലിക്കേഷൻ, രണ്ടാമത്തത് ഇൻവേഴ്സ് പ്രോപ്പർട്ടി identity property in multiplication, and third one inverse property in the multiplication. മൂന്നാണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ്, ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. The set Z of integer under ordinary addition and multiplication is a commutative ring with unity 1. In Z 1 and -1 are the units because നമ്മളിവിടെ ഇൻറ്റീജേഴ്സിൻ്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നോക്കുകയാണ്. അതേപോലെ തന്നെ ഇൻവേഴ്സ് എന്താണെന്നുള്ളതും യൂണിറ്റ്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ യൂണിറ്റ്സ് എന്നുള്ള കേസിൽ നമ്മൾ പറഞ്ഞു എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് എന്ത് യൂണിറ്റ് ആവുന്നത് അല്ലേ, എ ഇൻറ്റു എ ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ എ എന്നുള്ളത് നമുക്ക് എലമെൻറ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇസഡിലുള്ള ഏതോ ഒരു എലമെൻറ്റ് അതിൻ്റെ യൂണിറ്റ്സുകളാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇസഡിലുള്ള യൂണിറ്റ്സുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1ഉം -1ഉം ആണ് അവിടുത്തെ യൂണിറ്റ്സുകൾ. അപ്പോൾ കാരണം എന്താ, 1 ഇൻറ്റു 1 ആണ് നമുക്ക് കിട്ടേണ്ട വാല്യൂ. എത്രയാണ്? 1 തന്നെയാണ്. സോ 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ എലമെൻ്റ് ആണ്, ഇൻവേഴ്സ് എലമെൻറ്റ് 1 തന്നെയാണ്. ഇനി -1ൻ്റെ കേസിലാണെങ്കിലോ, -1 എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്ത എലമെൻറ്റ് എ, ദെൻ അതിൻ്റെ ഇൻവേഴ്സ് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നമുക്ക് കിട്ടേണ്ടത്. ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആ എലമെൻറ്റ് ഇൻറ്റു വേറെ ഏതോ ഒരു വാല്യൂ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ 1 ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് യൂണിറ്റ്. അപ്പോൾ ഇൻറ്റീജേഴ്സിൻ്റെ കേസിൽ യൂണിറ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1ഉം -1ഉം ആണ്. ഓക്കെ, ഇനി സെറ്റ് ZN. ZN എന്ന നൊട്ടേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെയാണ് അതിൽ വരുന്ന വാല്യൂ? 0 മുതലാണ് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. 0 to n-1 വരെയുള്ള വാല്യൂസ് ആയിരിക്കും IZNൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 0, 1, 2, 3 അണ്ടർ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ n ഈസ് കമ്മ്യൂട്ടേറ്റീവ്. മൾട്ടിപ്ലിക്കേഷൻ മോഡുലോയിലും അതേപോലെ തന്നെ കമ്മ്യൂട്ടേറ്റീവ് മോഡുലോയിലും അത് എന്താണെന്ന് പറയണം, കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്നുള്ളത് നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ZN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു വാല്യൂസ് എന്താണ് വരിക? 0 മുതൽ n-1 വരെയുള്ള വാല്യൂസ് ആണ് അതിൽ വരുന്ന എലമെൻറ്റ്സ്. അപ്പോൾ റിംഗ് വിത്ത് യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 തന്നെയാണ്. കാരണം യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ്റെ യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. സോ 1. The set of unit is U of n. U of n ആണ് അവിടുത്തെ യൂണിറ്റ്. യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 0 മുതൽ n-1 വരെയുള്ള എലമെൻറ്റുകളാണ് അവിടുത്തെ സെറ്റായിട്ട് നമ്മൾ എടുക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? നമ്മുടെ യൂണിറ്റ് ഫൈൻഡ് ചെയ്യണം. ഇവിടെ Z ആയതുകൊണ്ട് ഇവിടുത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയായിരിക്കും അവിടുത്തെ യൂണിറ്റ്. കാരണം
1 ഇൻറ്റു ഒരു എലമെൻറ്റ് നമ്മൾ ചിലപ്പോൾ 0 മുതൽ 0 ഇൻറ്റു ഏത് എലമെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് 1 കിട്ടില്ല. പിന്നെ 1 നോക്കുക, 1നെ ഏതോ ഒരു എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ഏതാണ്? 1 തന്നെയാണ്. ഇനി അടുത്ത എലമെൻറ്റ് 2 എടുത്ത് നോക്കുക. 2 എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു ഏതോ ഒരു എലമെൻറ്റിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 1 എന്തായാലും കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ല. ഇൻറ്റീജേഴ്സിൽ ആ സെറ്റിലുള്ള എലമെൻറ്റ്സ് വെച്ചിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ 1 കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പോൾ ദ സെറ്റ് ഓഫ് യൂണിറ്റ് ഇൻ ദ യു ഓഫ് എൻ ഈസ് ഈക്വൽ ടു യൂണിറ്റ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ യൂണിറ്റി ഈസ് ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാണ്. യൂണിറ്റി ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. യൂണിറ്റി എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആണ്. വൈൽ യൂണിറ്റ് ഈസ് എലമെൻറ്റ് ഹാവിങ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഓർ യൂണിറ്റി ഈസ് എ യൂണിറ്റ്. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആവാം, പക്ഷേ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് എവറി യൂണിറ്റ് ഈസ് എ യൂണിറ്റ്. ഈ യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റി ആവാനുള്ള പോസിബിലിറ്റി ഇല്ല. ഓക്കെ, ദ -1 ഈസ് എ യൂണിറ്റ് ഇൻ സെഡ്, ബട്ട് -1 ഈസ് നോട്ട് എ യൂണിറ്റി. -1 എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്, പക്ഷേ ഇതെന്തല്ല? യൂണിറ്റി അല്ല. യൂണിറ്റി ആവണമെങ്കിൽ അതെന്താണ്? മൾട്ടിപ്ലിക്കേഷൻ്റെ യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാത്രമാണ്. ഓക്കെ, ഇനി നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. Z14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ യൂണിറ്റ്സ് ഓഫ് Z14 ആർ U of 14 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എടുക്കേണ്ട എലമെൻറ്റ്സ് 0 മുതൽ n-1 ആണ് Z14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? ഇതിൽ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? U of 14 എന്ന് പറഞ്ഞു. U of 14 എന്ന് പറഞ്ഞാൽ അവിടെ ആ തന്നിട്ടുള്ള സെറ്റിൽ നിന്ന് 0 മുതൽ n-1 വരെയുള്ള സെറ്റിൽ നിന്ന് നമ്മൾ എന്ത് സെലക്ട് ചെയ്യണം? പ്രൈം നമ്പേഴ്സിനെ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിലെ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 5, 9, 11 ആൻഡ് 13. ഓക്കെ, അപ്പോൾ ഇതാണ് ദ യൂണിറ്റ്സ് ഓഫ് Z14 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് പ്രോബ്ലം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വരില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിങ്ങും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 സിമ്പിൾ പ്രോബ്ലംസും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫീൽഡ് എന്താണെന്നുള്ളതാണ് അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.